ആനന്ദകൃഷ്ണനാണ് കൊച്ചാനയാണ്. 9 വയസ്സിലായപ്പോഴാണ് വരുന്നത്. 9 വയസ്സ്. അപ്പോൾ വേറെ ഉദയൻ എന്ന് പറഞ്ഞ വേറൊരു പാപ്പനുണ്ട്, ഇളമാട് ഉദയൻ എന്ന് പറയും. ആ ആനയാണ് ഇതിനോട് ഫസ്റ്റ് കയറുന്നത്. ആന ഒരു സീസൺ സമയത്ത് ആന വരുന്നു. ആനയെ കയറി ആ സീസൺ കഴിഞ്ഞ് ആനയെ കെട്ടിയതിന് ശേഷം പിന്നെ ഞാനായിരിക്കും. ഞാൻ അഴിച്ച് പിന്നെ 10-12 കൊല്ലം പിന്നെ നമ്മൾ തന്നെ ഇതിനെ കൈകാര്യം ചെയ്ത് തുടങ്ങി. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്? പിന്നെ വീണ്ടും ഇപ്പൊ ഈ ആനന്ന് ഇറങ്ങിയിട്ട് 3 കൊല്ലമായി. പിന്നെ വീണ്ടും തന്നെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു? 10 കൊല്ലത്തോളം. അതായത് അവന്റെ നല്ല ചെറു പ്രായത്തില് കൂടെ ചന്തുചേട്ടനുണ്ട്. ഇവിടെ നിന്ന് അടിച്ചോണ്ട് എന്റെ നാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് ഈ ആന എല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം ഓല എടുക്കാനും തടി പിടിക്കാനും എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഇയാൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ 10 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് എന്നൊക്കെ പറയുമ്പോ കുട്ടിത്തം നമ്മള് ഇങ്ങനെ കയ്യില് വെച്ചോണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ആനയെ അതിപ്പോ അതിന് പൊക്കം വെച്ച് എനിക്ക് പൊക്കം കുറവുണ്ട്. അല്ല, അപ്പൊ ആ സമയത്തുള്ള കുറുമ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് അത് ഇത്തിരി കുറുമ്പലാണ്. കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ഓർമ്മയുണ്ടോ അവൻ ചെയ്തിരുന്നത്? എറിയാണ് കൂടുതൽ. അത് കുട്ടിക്കാലം മുതലേ എറിയാണ്. ഇപ്പോഴും ഉണ്ടോ അത്? അതിപ്പോഴും ഉണ്ട്. ചന്തുചേട്ടൻ വിചാരിച്ചിട്ടൊന്നും മാറണില്ല. അത് നമ്മളെ മാറ്റാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. ഇതാവാനത്തെ പ്രതീക്ഷിക്കാതെ വരുമോ? അങ്ങനെ വരത്തില്ല. ചട്ടക്കാരൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആടെ ഇവിടെ എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആള് നിന്നാലും ഞാൻ അവിടെ നിന്നൊരു വിളി വിളിച്ചാൽ അയാൾക്കറിയാം ആള് ഇവിടെ ഇവിടെ അടുത്തുണ്ട് എന്നുള്ളൊരു ഏതോ പ്രദേശത്തുണ്ട്, ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്നിട്ട് ഈ 10 വയസ്സ് ആ സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാ അവന് രീതികളൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? പിന്നെ അതിനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ട പാടുകളൊക്കെ നമുക്കറിയാം. അതൊക്കെ ദൈവത്തിന് മാത്രമേ. അന്നൊക്കെ ഇതിനൊന്നും അല്ലായിരുന്നു. ഇപ്പാണെങ്കിൽ ഇത്തിരി കുറുമ്പ് കുറവുണ്ടെന്ന് പറയാം. അന്ന് അതും അല്ലായിരുന്നു. ഇതല്ല കുട്ടി പ്രായം കൂടെ അല്ലേ, അതിന്റെ വേലത്തര മൊത്തം അത് കാണിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് കൊണ്ട് കെട്ടിട്ട് അവിടെ വെച്ചാൽ അടുത്തടുത്ത് വീടുകളുള്ളായിരുന്നു. അവിടെ നിന്ന് കണ്ട് കെട്ടിട്ട് എനിക്ക് വീട്ടിലോട്ട് കയറി പോക കിടക്കൂല. ഞാൻ അങ്ങോട്ട് കയറുന്ന മുമ്പ് ആ ഒരു പറയടേ നിന്റെ ആന അവിടെ നിന്ന് എറിയുന്നേ എല്ലാവർക്കും. പിന്നെ ഞാൻ അങ്ങ് ആറ്റിന്റെ സൈഡിലോട്ട് ആക്കിയത് തറി. അവിടെ വന്ന് പിന്നെ വലിയ ശല്യമില്ല. നമ്മളെ അച്ഛനൊക്കെ ആനയെ കെട്ടുന്നുണ്ട് അങ്ങോട്ട് മാറ്റി നമ്മളെ വീട്ടിന്റെ അടുത്ത് ആനയെ കെട്ടിക്കൊണ്ടു. അതാവത്തെ അവിടെ വീട് ശല്യങ്ങളൊന്നും ഇല്ല. ചെറിയ മാത്രമേ ഉള്ളു. അല്ലാതെ ഒരു ആൾക്കാരൊക്കെ ഒരുപാട് കാണാൻ വരില്ലേ? ചെറിയ ആനക്കുട്ടിയല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ വരും അവിടെ. ഞാൻ ഈ ആന കൊണ്ടുവരുന്ന പിന്നെ എല്ലാം ഇതിന്റെ മുമ്പ് പിന്നെ ആൾക്കാരെ കാണുമ്പോ ഒരു പ്രത്യേക ഒരു കളിയും. പിന്നെ എല്ലാവരും മേടിച്ചു കൊടുക്കുകയും ചെയ്യും, അവരെ കൂടെ കൊടുക്കുകയും ചെയ്യും. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ അതുപോലെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന പോലെ. പിന്നെ ഈ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാക്ക് അനുസരിച്ച് നിൽക്കുവോ, അതോ ആ സമയത്ത് വെകിളിത്തരം കാണിക്കോ? ഇവിടുത്തെ ആനയുടെ കാലും ബീഹാറിലൊക്കെ പഠിപ്പിക്കുന്നത് ഒരു കാലാണ്. പിന്നെ അവര് കച്ചക്കാർ കെട്ടുന്നില്ല, നമ്മളെ കച്ചക്കാർ കെട്ടുന്നുള്ളത് വ്യത്യാസമാണ്. അത് ഈ അറിയുന്ന കാലറിയുന്ന ഒരുത്തനെ പിടിച്ച് മണ്ടേ കയറ്റിയിട്ട് നമ്മൾ മൂട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്യും. ഈ ഓല ഇപ്പൊ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ പറയും, അവര് ആ കാലും കാണിച്ചു കൊടുക്കും. അപ്പോഴ് ആനക്കത് അറിയാം, അത് എടുക്കാനാണ് നമ്മളും പറയണത്. അതിലാണ് ആന ഒരേ കാര്യങ്ങളും പറയുന്നത്. കാലറിയുന്ന ഒരുത്തനെ പിടിച്ച് മണ്ടേ കയറ്റിയിട്ട് നമ്മൾ മൂട്ട് നിന്ന് നമ്മളും കൂടെ പറയണം. ഇപ്പൊ 2-3 എത്തിയാവാനത്ത് പിന്നെ അവൻ്റെ അടുത്ത് പറയുന്നത് നീ കാലാന കണ്ട നമ്മളൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയും. അപ്പോഴും 2-3 ദിവസം ആവാനത്ത് ആന കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പിന്നെ ആനക്കറിയാം നമ്മൾ പറഞ്ഞ എടാനെന്ന് പറയണത് ഇത് എടുക്കാനാണ്. അത് ആനക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കയറി വരുന്നത്. അങ്ങനെ 12 വർഷം അല്ലേ? 12 വർഷം. അപ്പൊ ഒരു നല്ല കുട്ടിത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് എനർജിയിലേക്ക് വരുന്ന സമയമായി തുടങ്ങി. ഞാൻ നീരിലൊന്ന് കൈകാര്യം ചെയ്തോണ്ട്. ആദ്യത്തെ നീര് എങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ? അതാണ് അനന്തന്റെ ആദ്യത്തെ നീരെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നീരിലും കൈകാര്യം ചെയ്തോണ്ട്. ഞാൻ അപ്പൊ ആദ്യമായിട്ടായി ആന നീരി കെട്ടുന്നത്. ആദ്യമായിട്ടാ ഈ ആന നീരി കെട്ടും. അല്ലാതെ എനിക്ക് ഈ ആന ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് എനിക്ക് 9 വയസ്സ് കിട്ടാൻ നേരത്തെ ഷായെന്ന് പറഞ്ഞോളാം നിനക്ക് പറ്റിയൊരു കൊച്ച ആനക്കുട്ടിയാണ്, ഒറ്റച്ചട്ട ആനക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് തന്നത്. ഈ ഷായി ചേട്ടനാണ് തരുന്നത് എനിക്ക്. പക്ഷേ ഞാൻ പഠിച്ചതിലെന്ന് വെച്ചാൽ എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ആന ഒറ്റച്ചാട്ടമല്ല, അത് ഈ പാപ്പാമാരാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് ഇന്ന് കൈകാര്യം ചെയ്യാം. അവൻ ഇവിടെ നിന്ന് പുത്തുവിട്ട് പോയാലും ശരി തന്നെ അവനെ വീണ്ടും വിളിച്ചുകൊണ്ട് വരും എന്നുള്ളൊരു ഇതിനാണ് അവൻ ഒറ്റച്ചാട്ടത്തിൻ്റെ കാരണം. പക്ഷെ അതിൽ തന്നെ പുത്തിവിട്ടെന്ന് തന്നെ ഒരു പരിപാടി സമയത്ത് അവനൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും
അപ്പൊ വേറെ വല്ലതിനും പോകണമെങ്കിലാണ് ആ ബുദ്ധിമുട്ട് അവിടെ മനസ്സിലാവും. എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കണമെങ്കിൽ അപ്പോഴാ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒന്ന് അവന്റെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിച്ച്, ആരെങ്കിലും കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു, വേണ്ട ആൾക്ക് തന്നെ ഒരു ആശുപത്രി കേസ് വന്നാ പോരെ, അപ്പോഴും ഈ ആന അവിടെ പട്ടിണിയാവില്ലേ. അപ്പൊ വേറെ ഒരുത്തന്നെ ഒതുക്കൊണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവന്റെ കൊടുത്തിട്ട് പോകും. നീ ഞാൻ വരുന്നേരം ഒന്നും നോക്കിക്കോണേ, ഇന്ന വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അത് സംഭവിച്ചു, നമുക്കൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകും. അതുകൊണ്ടാണ് എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ പഠിപ്പിക്കുന്നത്. ഒരു ആന അങ്ങനെയാണ് ഈ അന്തരീക്ഷമാണ് ഞാൻ രണ്ടാം വാപ്പൻ ഒതുക്കുന്നത്. അച്ഛൻ പഠിപ്പിച്ച രീതി. അതിന്റെ ഒരു മെത്തേഡ് നമ്മളെ മനസ്സിലുണ്ട്. ഓരോരുത്തർക്ക് അച്ഛൻ ആന ഒതുക്കി കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഞാനും ഈ ഒറ്റച്ചാട്ടം ആന ഞാൻ രണ്ടുപേർക്കാക്കി. എന്നിട്ട് ഞാൻ തട്ടിയിടും. അത് ഞാൻ ഉള്ളത് പറയാം. ആന തട്ടിയിടും. രണ്ടാമൻ ആന ഒതുങ്ങും. രണ്ടാന ഒതുങ്ങി ഉടനെ ആന തട്ടിയിടും. ഫ്രണ്ടിൽ കയറി നിൽക്കാൻ ആന തട്ടിയിടും. ആ തട്ടിയിടുന്നതിൻ്റെ അന്ന് ചെറിയൊരു അരിപ്പ് കൂടെ ഉണ്ട്. ആ അരിപ്പൂടെ കഴിഞ്ഞാൽ പിന്നെ അവന് പാസ്സാണ്. അവൻ്റെ ശരീരത്തിൽ പിന്നെ വേറെ ഒന്നും തൊടുവില്ല. പിന്നെ അവൻ്റെ ശരീരത്തിൽ വേറെ അർത്ഥം തൊടുവില്ല. അതിലെ കൈയാള് പുലിയാണിത്. ഇതിന്റെ അടുത്ത് കയറി നിന്ന് അതിന് പെട്ടെന്നൊന്ന് പുറത്തേ വാ വെച്ചോണ്ട് വരരുത്. വാ വെച്ചോണ്ട് നിന്നാ ചില സുഖം മാറും. അത് ചട്ടം പറഞ്ഞല്ല, അല്ലാതെ അലച്ചോണ്ടൊക്കെ ഈ ഉടക്ക് സംസാരമൊക്കെ പറഞ്ഞ നമുക്ക് ഭാഷകളുടെ വ്യത്യാസമുണ്ട്. കാരണം അത് ഈ ആന എഴുന്നള്ളിച്ച് പോകാൻ എന്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഈ ആന അടുത്ത് ആരെയും വിളിച്ച് കയറ്റത്തില്ല. ഒരു കൂട്ടുകാരെ കണ്ടാലോ പോലും, അമ്മയെ കണ്ടാൽ പോലും അമ്മ ഇപ്പം വരാമോ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോണല്ല. അല്ലെങ്കിൽ ഞാൻ വിലക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോയേ സംസാരിക്കുള്ളൂ. ഞാൻ ആരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് അത് എഴുന്നള്ളത്ത് സമയത്തേ ഉള്ളൂ. ആ സമയത്ത് അത് പറ്റത്തില്ല. നെറ്റിപ്പട്ടം വെച്ച് കെട്ടിക്കൊണ്ട് വന്ന് എഴുന്നള്ളിച്ച് വരാമെന്ന് ആനക്കത് ഇഷ്ടമല്ല. ആരെയും വിളിച്ചാൽ അല്ലാതെ ഒന്നാനും രണ്ടാവാനും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഏത് പറമ്പിലും കയറി ഏത് ആനയുടെ ഇടയിലും കുത്തി കയറ്റാൻ പോകും. പിന്നെ നമുക്ക് ഇതിനെ നിലനിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ടൊക്കെ വരാം. അല്ല എങ്ങനെയാ നിലവൊക്കെ ചന്ദ്രചേട്ടൻ ശ്രമിക്കുന്നുണ്ടോ? നിലവൊക്കെ നന്നായിട്ട് നോക്കിക്കണില്ലേ? നമ്മളെ ഇത് തന്നെ ഇപ്പോഴും പോണത്. എന്നെ ഇമാര് ഓരോരുത്തരൊക്കെ ഷോ കാണിച്ചത് മൊത്തം ഞാൻ ഇതിനെ പഠിപ്പിച്ചതിന്റെ നിലവ് തന്നെ. അതുപോലെ അവിടെയൊക്കെ അല്ലേ കാര്യങ്ങളായിട്ടൊക്കെ അവിടെയൊക്കെ ഒരു ബന്ധമല്ല. പിന്നെ നമ്മൾ വരും ഈ ശനിയാഴ്ച ഓരോ നമ്മളിഞ്ഞ് റോട്ടിൽ ചാടും. പുനലൂര് കൊല്ലം അവിടെയല്ലേ സിറ്റി ആയിട്ടുള്ളു. അങ്ങനെ നമ്മള് പുനലൂര് വന്നാൽ നമ്മളെ കറിയൊക്കെയുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം മേടിച്ചാണ്. പിന്നെ നമ്മള് ഞായറാഴ്ച ഈ ശനിയാഴ്ച ദിവസം ഇനി ചാടണം വെച്ചാൽ ഞായറാഴ്ച ദിവസം പണിയില്ല, ഞായറാഴ്ച റെസ്റ്റാണ് അവിടെ. അതുകൊണ്ട് നമ്മൾ അന്ന് വൈകിട്ട് ഇനി ചാടിയ പിന്നെ ഞായറാഴ്ച ഉച്ചക്കൊക്കെയാണ് കൂപ്പി കയറി പോണത്. പിന്നെ പുനലൂര് തന്നെ കറക്കും. അതുവരെ നിങ്ങളെ നീരിലടിച്ചു വിട്ടു. നമ്മള് കാട്ടിൽ നിന്ന് ചാടല്ലേ, നിങ്ങൾ കാട്ടിന്നിറങ്ങി. അതല്ല, ഇപ്പൊ ഈ ഒരു കൂട്ടായ്മ ഇന്ന് എത്രത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോഴും ആ ഒരു കൂട്ടായ്മയൊക്കെ നിലനിൽക്കുന്നുണ്ടോ? കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിന്ന പയ്യന്മാരിൽ ഒരുത്താൻ മരിച്ചുപോയി. എന്തായിരുന്നു പേര്? അത് കുട്ടൻ എന്ന് പറയും. കുട്ടൻ. അവനാ ഇവിടെ പിച്ചിക്കാര ഷെഡിൽ നിന്ന് തൂങ്ങി വെക്കണം. അതുകൊണ്ടാണ് എനിക്കൊന്നും പേടിക്കണം ഈ ആനയുടേത്. അവനെ നീല ഈ ആന കയ്യേന് ചെയ്യുന്നു. പിന്നെ മാൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഈ രണ്ട് പയ്യന്മാരാണ് എൻ്റെ കൂടെ കൂടുതൽ നടന്നത്. പിന്നെ ഇതിന് രണ്ടിന്റെയും കൂടെ നിന്നിട്ടുള്ള വേറെ ചേർക്കുന്നുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞ ബാപ്പ എന്നാണ് നമ്മൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവൻ്റെ കൂടെ 9 കൊല്ലത്തോളം നിന്നിട്ടുണ്ടെങ്കിലും അവനെ ഈ ആന കൊണ്ട് നടക്കാൻ പറ്റിയിട്ടില്ല. അവനെ മാത്രമേ ഈ ആന അടുപ്പിച്ചിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും നല്ലതായിരുന്നു. അവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാലേ. അവരുള്ളപ്പോ തന്നെ എനിക്ക് ഒന്നുകൊണ്ടും പേടിക്കണം. ഞാൻ പിന്നെ വരക്കെ ഇല്ലായിരുന്നു. ഈ ഒളിച്ചുകൊണ്ടെന്നല്ല ഞാൻ പിന്നെ വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവനിപ്പോ നിൽക്കാനായിട്ട് ചന്ദ്രന്റെ കൂടെ സഹായി ഉണ്ട്. അവരപ്പം തീറ്റെടുക്കാൻ അവൻ മുമ്പ് ഈ ആന കയ്യേറി പയ്യാൻ തന്നെ. അതുകൊണ്ട് ഞാൻ ഇപ്പം പോയി വിളിച്ചോണ്ട് ഷിബി എന്ന് പറയും. ഇവനിപ്പോ എങ്ങനെയാ 1ഉം 2ഉം ചട്ടത്തിന് കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. 3-ാണ് വലിയ പാടാണ്. നമ്മളുണ്ടെങ്കിൽ അതും വേക്കൊഴി കയറ്റം ഇറക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. നടയക്കൂടെ ഒന്നും ഇറക്കാൻ പറ്റുന്നൊന്നുമില്ല. വേക്കൊഴി ഇറങ്ങുക അത് നമ്മൾ അവനെ ഇറക്കണമെങ്കിൽ നമ്മള് വേക്കിൽ പോയി നിൽക്കണം. അല്ലെങ്കിൽ ഇറങ്ങി തന്നെ കൂട്ടത്തിൽ തന്നെ. നിങ്ങൾ രണ്ടുപേർക്ക് മാത്രമേ? അത് പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പൊ അപ്പോഴൊന്നും ശല്യങ്ങളില്ല? എന്റെ അടുത്ത് ഒരു ശല്യവും ഇല്ല. അല്ല നമ്മളെ ചുറ്റുപാടുള്ള അല്ലല്ല അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരു ആന. ഇതെന്ന് വെച്ചപ്പോ ഞാൻ 3 കൊല്ലം ഈ ആന മാറിയായിരുന്നു. 3 കൊല്ലം മാറിയിട്ട് വേറൊരു വ്യക്തി ഈ ആനയ്ക്ക് വന്നു. അവനാണ് ഈ ആന നീരി കെട്ടിയത്. നീരി കെട്ടിയതിനു ശേഷമാണ് തൊട്ടാണ് ഇതിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നേരത്തെ ഈ ആനയെ കെട്ടിയിരിക്കുന്നത്. നേരത്തെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒലിച്ചു തുടങ്ങിയിട്ടില്ല. ഇനിയുണ്ട്, കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ കെട്ടിയെന്ന് വെച്ചാൽ ആനയുടെ സ്വഭാവങ്ങളാണ്. ആന മുതിർന്നു വരുന്നതോറും ആനയുടെ പ്രായങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ആനയുടെ സ്വഭാവങ്ങളും മാറി വരും. പിന്നെ അന്ന് നമ്മൾ നീലില് ഒലിച്ചപ്പോ നമ്മൾ കൊണ്ടു നടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിത്തിരി നേരത്തെ ഞാൻ കെട്ടിക്കൊടുത്താലേ നമ്മുടെ വീട്ടുകാർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല.
മുതലാളിക്കും ഒരു ബുദ്ധി കിട്ടില്ല, നമുക്കും ഇല്ല, നമ്മളെ വീട്ടുകാർക്കും ഒരു ബുദ്ധി പിന്നെ കിട്ടില്ല. അതിന്റെ പിന്നാലെ നടക്കാനോ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് പോലീസ് കഴിഞ്ഞാൽ അന്ന് ചാട്ടിച്ചാലും നമുക്ക് മാറി പോകാന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇത് സംഭവിക്കണമെങ്കിൽ പിന്നെ ആനയുടെ ഒരു വെടി വെച്ച് ആനയുടെ ആയുസ് കുറയണം അവിടെ. ഒരു വെടിയൊക്കെ വെച്ച് പിന്നെ ആനകളെ കൊണ്ടുവന്ന് കെട്ടി ഉറപ്പിച്ച് എല്ലാം വരാൻ ആനയുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാവുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. നേരത്തെ ഹാപ്പി, നമ്മളെ വീട്ടുകാരും ഹാപ്പി, മുതലാളിയും ഹാപ്പി ആവില്ല. അവനെങ്ങനെ എന്താ പറയാ അടിച്ച് നടക്കണ്ടേ. അതല്ലേ ഈ ആന ഇപ്പോഴും ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഈ മുമ്പ് കൊണ്ടാണെന്ന് ഓടിച്ചോണ്ടിരുന്നതാണ് ഇങ്ങനെ കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സമയത്തും ഓടിച്ചോണ്ടിരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു മെത്തേഡിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് എനിക്ക് കയറി എല്ലാം ചെയ്യാൻ പറ്റും. കൂടെ ഒന്ന് ചേർക്കാനും അവന്നൊക്കെ അറിയുന്ന വൃത്തിയാക്കാൻ എനിക്ക് ഫ്രണ്ടിലുള്ള ചവറെല്ലാം മാറ്റാനും എല്ലാത്തിനും പറ്റും. ഇനിയിപ്പോൾ ഈ തവണ നമ്മൾ കെട്ടി ഉറപ്പിച്ചോണ്ട് ഇനിയിപ്പം പറയാൻ പറ്റില്ല ഇത് എന്താണ് സ്ഥിതി ഏതാണ് സ്ഥിതി. ഞാൻ നേരിട്ട് കെട്ടി ഉറപ്പിച്ചിട്ടില്ലല്ലോ. രണ്ട് കന്നെ ഒളിച്ചോണ്ട് കാണുന്നത് ഈ ആന ഞാൻ അഴിച്ചുവിട്ട് തന്നെ കൈകാര്യം. പക്ഷെ ഇപ്പൊ അത് നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? ഇത് 10-23 വയസ്സിന് അടുപ്പിച്ചു. ചെറുപ്പം തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയാണ് അടുത്ത ഭാവി. പിന്നെ പ്രതീക്ഷയായിട്ട് ആന ഇപ്പൊ നമ്മളെ ഈ ഇടയ്ക്കല്ല ഫോറസ്റ്റുകാരൊക്കെ വന്ന് ആന അളന്നായിരുന്നു. അപ്പോഴന്നെ 9-6 ഉണ്ട് ആന. ആന ഇനിയും കയറി വരും. നീര് കഴിയുന്നവരും ആന പൊങ്ങി വരും. ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ട് പറയണതൊക്കെ. എന്നെ കുറിച്ചാണോ പറയണേന്ന രീതിയിലാണ് ബാക്കിൽ നോക്കണത്. പിന്നെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന സാഹചര്യം അത് ഇപ്പൊ കൊണ്ട് കിടന്ന പയ്യന് ആനയുടെ സ്വഭാവം കണ്ട് 3 വർഷം കൊണ്ട് കിടന്നവന് ഒരു ആനയുടെ സ്വഭാവം അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മൾ പറയാൻ പറ്റും. നമ്മളൊക്കെ ആണെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല. 1 വർഷം നിങ്ങൾ ആനയെ കൊണ്ട് കിടക്കാൻ നിങ്ങൾക്ക് ആനയെപ്പറ്റി മനസ്സിലാവുള്ളൂ. അല്ലാതെ 1-2 ദിവസം 3 ദിവസം നമ്മൾ തലപിടിപ്പിച്ചിരുന്നുണ്ട് ഒരു കഷ്ണം തടിയെടുത്ത് വെച്ചിരുന്നുണ്ട് ഒരു 2-3 പരിപാടിക്ക് കൊണ്ടുപോകുന്നുണ്ടോ ആനയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് 1 വർഷം ഫുള്ള് കൊണ്ടു കിടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ എഴുന്നള്ളത്തിന് എങ്ങനെയാണ് നാട്ടിൻപുറത്ത് എങ്ങനെയാണെന്നുള്ളതിന് ഈ 12 ആകുന്നത് 1 വർഷമായി നമുക്കത് അറിയാൻ പറ്റും. അതാണ് ഈ പണ്ടുള്ളവർ പറയാലേ ഒരു വേനലും ഒരു വർഷവും കഴിയണം ആനയെ അറിയാൻ പറ്റും. അല്ലാതെ 2-3 പരിപാടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആനയുടെ സ്വഭാവം അറിയാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കറക്റ്റ് അല്ല. ആന ചിലപ്പോൾ പറ്റിക്കും. പിന്നെ പറ്റിക്കാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കെന്ന് വെച്ചാൽ ഈ ആനയെ കെട്ടിയരിപ്പോൾ കാര്യങ്ങളില്ല. അത് നമുക്കറിയാം അതിൻ്റെ നേക്ക് പരിപാടികൾ വരുക. അത് നമ്മളങ്ങോട്ട് നേരെ വരുക. നമ്മൾ സ്ഥിരം വരുമ്പോൾ വരും. വന്ന് ആ കച്ചക്കറി എടുത്തിട്ട് ഇടയെടുത്തിട്ട് ആന അടിച്ചോണ്ട് പോകും. ഇതിനപ്പം നമുക്കറിയാം. നമുക്കിപ്പം അതിൻ്റെ ആന എടുത്താൽ പോകുന്നത് നമുക്ക് അതേപോലെ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ അതിനെ മുമ്പ് കൊണ്ട് നടന്നിട്ടുള്ള 1-2 വർഷമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ഈ 3 വർഷം കൊണ്ട് നടന്ന അവനത് മനസ്സിലാവാത്തോണ്ടാണ് എന്നെ ഇപ്പം വിളിക്കേണ്ടി വന്നത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അതെന്തോ ദൈവത്തിന്റെ അവരെ കുടുംബം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ചേട്ടൻ പുറത്തൊന്നും അങ്ങനെ കൂപ്പിലൊക്കെ പണിക്ക് എങ്ങനെയാ കൊണ്ടുപോയിട്ടില്ലേ? ഇവനെ മാത്രല്ല മറ്റു ആനകളെയും മറ്റുള്ള ആനകളെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകള്? കൂപ്പിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയാണ് ഇത് പറഞ്ഞ സെറ്റ്. അവിടെ അല്ല പറയുമ്പോ തന്നെ ചന്തു ചേട്ടന്റെ ആ ഒരു സന്തോഷം അവിടെയൊക്കെ അടിപൊളിയാണ്. എവിടെയായിരുന്നു കൂടുതലും? അച്ചൻകോവിലായിരുന്നു. അച്ചൻകോവിൽ തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ ഈ ചാത്തന്നൊരു ഭാഗത്ത് ഉളിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വക്കീലൊരു ആന മേടിച്ചായിരുന്നു. ആ ആന ഞാനാണ് മേടിച്ചത്. അത് ഇവിടെ തേമ്പറ തോട്ടിയിട്ട് അതിന്റെ 1 പാപ്പനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നു. 1-ന് ശേഷം പിന്നെ ഞാനാ പോയി അഴിക്കുകയൊക്കെ ചെയ്യുന്നു. അഴിച്ച അതിനെ കൊണ്ട് അങ്ങ് കൂപ്പിലാക്കിയായിരുന്നു. വളരെ സിമ്പിൾ ആണ്. ഞാനത് അഴിച്ചു കയറുന്നത് മറ്റേ സിനിമ ഡയലോഗാണ്. അല്ല പറയുന്നൊരു കൂപ്പിൽ പോയിട്ട് വിശേഷങ്ങള്. കൂപ്പിലായാലും നല്ല അവിടെ നല്ല കാലാവസ്ഥയും എല്ലാം ഉണ്ട്. ആനയ്ക്കും നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ വലുതായിട്ട് ആന ചൂടാവുന്നില്ല. നമ്മളവിടെ തന്നെ അവിടെ അല്ലേ ഫോറസ്റ്റിന്റെ ഒക്കെ കാര്യങ്ങളായതുകൊണ്ട് എല്ലാം അടിപൊളിയാണ്. നമുക്കൊരു 3 മണി വരെ അവിടെ പണിയുള്ളു. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മള് 4 മണി വരെയൊക്കെ ഒന്ന് ഉടമ്പടി എടുത്ത് പണിയണമെങ്കിൽ നമ്മള് 3 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിയില്ല. അപ്പോഴേ ഫോറസ്റ്റുകാർ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇറങ്ങി വരുന്നത്. നമ്മളെ ഷെഡിലോട്ട് ഇറങ്ങി വരുന്നത്. അവരെ കൊണ്ടുവരുക, ആനയെ കടുവ, അവരെ തീറ്റ എല്ലാം അവിടെ ഇറക്കിയിടായിരുന്നു. ഈ തെറ്റി എടുത്തിട്ടേ വിളക്കും വെച്ചിട്ട് ഞാനാണെങ്കിൽ തന്നെ വിളക്കും വെച്ചിട്ട് ചായയൊക്കെ കുടിക്കാൻ പോക്കളയും നിലവിന്നളയും. ഞാൻ വരണം എപ്പോഴെങ്കിലും അത് തലയാക്കണമെങ്കിൽ. അങ്ങനത്തെ ആനക്കുട്ടിയാണ്. പിന്നെ ഇവന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അനന്തകൃഷ്ണൻ എങ്ങനെയാണ്? അനന്തകൃഷ്ണനൊക്കെ വെള്ളത്തിലൊക്കെ അങ്ങ് ഇറക്കി വിടണം. അയാളെ കളി കാണണമെങ്കിൽ നമ്മുടെ വീടിനോട് തൊട്ട് അതടുത്ത് ആറാണ്. ഞാൻ ആറ്റി ഇറക്കി വിട്ടിട്ടൊക്കെയാണ് വീട്ടിൽ കയറി പോണത്. നമ്മളെ ഈ അയ്യപ്പനാനൊക്കെ നിർത്തിയെന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ആ കടയിൽ തന്നെ ഇറക്കി അങ്ങ് വിടുകയാണ്. അത് ആറ്റി കിടന്നങ്ങ് മറിഞ്ഞോളൂ. ഇഷ്ടം പോലെ
ഈ കഴുതയൊക്കെ ഇഷ്ടം പോലെ ഈ സൈഡ് വരെ നിൽപ്പുണ്ട്. അയാൾ വെറുതെ ആ വെള്ളത്തിൽ കിടന്ന് കളിക്കും. ഞാൻ ഇറങ്ങി ചെല്ലാന്ന് 3 മണിക്കാവും വീട്ടിൽ കയറി ഇറങ്ങി ചെല്ലാന്ന്. അതുവരെ ഇയാൾ തന്നെ കയറി വരുമോ? ആ കയറി വരും. അല്ലാണ്ട് എപ്പോഴേലും കുസൃതി കാണിച്ചില്ല ഞാനില്ല. അല്ലല്ല അങ്ങനെയൊന്നും വരില്ല. അപ്പൊ പേടിയുണ്ട്. അതിന്റെ പേടിയുണ്ട്. പിന്നെ ഉത്സവത്തിനൊക്കെ പോയാൽ എങ്ങനെയാ അവന്റെ രീതികൾ? ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എന്നുള്ള സമയത്ത് ആരും വരണ്ട. അത് ഞാൻ അടുപ്പിക്കില്ല. പിന്നെ അതല്ലാതെ എങ്ങനെയാ പുറമക്കാര് വന്നു കഴിഞ്ഞാലൊക്കെ? പുറമെ പറഞ്ഞില്ലേ എഴുന്നേറ്റെടുക്കാൻ വേണമെങ്കിൽ ഒന്ന് ഒറ്റാന പരിപാടിക്കാണ് കൂടുതൽ ഈ ആൾക്കാർ പഴമൊക്കെ കൊണ്ടുവന്ന് കയറുന്നത്. ഒരാന ഉള്ളപ്പോൾ അവരെ വന്ന് പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. നമ്മളെ ഈ പഴം കൊടുക്കണ്ടെന്ന് പറയാൻ നേരത്താണ് പിന്നെ അവർ നമ്മളെ അടുത്ത് കൊടുക്കാൻ വേണ്ടി. നമുക്ക് ഇതിന്റെ സ്വഭാവം അറിയുന്നവരാണ് കൊടുക്കണമെന്ന്. ഇവർ ആദ്യം ഒന്ന് കൊടുക്കും, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടും, ഒന്ന് തൊട്ട് പിന്നെ അവർ വീണ്ടും വരും. ഇത് കുറച്ചങ്ങോട്ട് കഴിയാൻ ആ പരിപാടി മുടക്കാൻ വേണ്ടി എന്നെ നോക്കും. അപ്പോഴേ ഈ ആന അവനെ അടിച്ച് കളയും. അല്ല ചിലപ്പോ തോന്നും ഞാൻ മാറി നിന്നിട്ട് വേറെ ആൾ ആനേനെ കൊണ്ടുപോകണ പോലെ. ആനക്ക് അത് ഇഷ്ടമല്ല. ആന അടി കൊടുക്കുവാന് കുറച്ചു നേരം പിടിച്ചോണ്ട് നിന്നിട്ട് തന്നെ പൈക്ക് ആന അടിച്ച് കളയും. കൊറേ നേരം ഇങ്ങനെ കൊഞ്ചിക്കണമൊന്നും ആനക്ക് ഇഷ്ടമല്ല. ചില ആനകൾക്ക് എന്ന് വെച്ചാല് ഇപ്പൊ പെരുമുഖത്ത് തുറന്നത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇവനങ്ങനെ ദേഹത്ത് തൊടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. കൊമ്പി പിടിക്കാൻ നമ്മളെ ഈ ഇവിടെ നമ്മളെ ഈ ഭാരതീയാന അമ്മമാരെ അവിടെ കെട്ടാതെ അവിടെ മുട്ട അങ്ങനെ മാത്രം എടുത്ത് കൊടുത്തിട്ട് പോയാലും ഞാൻ ഒന്ന് അടിച്ചു. മുതലാളി പറയും ഞാൻ ഒന്ന് അടിച്ചോട്ടെ അപ്പോഴേ ഞാൻ പോകും.